സന്തോഷമുള്ള എല്ലാവരും നിങ്ങളുടെ വലത് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം അടിയൻ്റെയും ജീവിതത്തിൽ ഞങ്ങൾക്കും കുടുംബമായി കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശിഷ്യാൽ ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന, ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ TM ഗോഷി അവർകൾ, അതുപോലെ തന്നെ പാസ്റ്റർ ജോബിൻ ജോസഫ് അവർകൾ, എൻ്റെ മുമ്പിൽ പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ അനേകരുണ്ട്. എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന അനേക മാതാപിതാക്കളുടെ മധ്യേ ദൈവത്തിൻ്റെ സാക്ഷിയായി ദൈവവചനവുമായി നിൽപ്പാൻ വലിയവനായ ദൈവം ഒരിക്കൽ കൂടി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നല്ലോ. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് കുടുംബമായി നാട്ടിലേക്ക് കടന്നു വരുവാൻ ദൈവം വഴി തുറന്നത്. 8 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ, ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ, ഇവിടെയും ഒരു ആരാധന കൂടുവാനായിട്ട് ദൈവം സഹായിച്ചു. അന്ന് ഞാനും എൻ്റെ ഭാര്യ ജോയ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 8 വർഷത്തിന് ശേഷം ഇപ്പോൾ കടന്നു വന്നപ്പോൾ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി തന്ന 2 കുഞ്ഞുങ്ങൾ, ജോസഫും ജസ്ലിനും ഒപ്പം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിക്കുന്നു. എൻ്റെ വൈഫ് സാക്ഷ്യത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം 2010 ഞങ്ങളുടെ വിവാഹം. അതിനുശേഷം 7 വർഷത്തോളം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എനിക്കറിയാം നിങ്ങളിൽ പലരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ബലമായി ദൈവം ആരോഗ്യമുള്ള 2 കുഞ്ഞുങ്ങളെ 2018-ലും 2020-ലുമായി ദൈവം 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ഹല്ലേലൂയ. എൻ്റെ മൂത്ത പൈതൽ ജനിച്ചപ്പോൾ ശാരീരികമായ മാനസികമായ ഒക്കെ ഉള്ള പല ബുദ്ധിമുട്ടുകളിലൂടെ പൈതൽ കടന്നുപോയി. എന്നാൽ ദൈവം ഇന്ന് പൂർണ്ണ സൗഖ്യത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ മിടുക്കനായ ഒരു കുഞ്ഞായി ദൈവം അവനെയും വളർത്തിക്കൊണ്ടുവരുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അല്പ ദിവസങ്ങൾക്ക് വേണ്ടി ഒരു കല്യാണം കൂടുവാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നാടൊക്കെ കൊണ്ട് കാണിക്കുവാനും ഒക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ കടന്നു വന്നത്. ഈ വെള്ളിയാഴ്ച പകൽക്കാലം തിരികെ ന്യൂയോർക്കിലാണ് ഞങ്ങളായിരിക്കുന്നത്. അവിടെ ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവിടുത്തെ ഒരു ലോക്കൽ സഭയിൽ അസോസിയേറ്റ് പാസ്റ്ററായിട്ടും ഞങ്ങളവിടെ സേവനമനുഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയോർത്ത് ഞങ്ങൾ ഇരുവരും ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിക്കുന്നു. ഈ സഭ ഞങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം കൈത്താങ്ങൽ തരികയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുകയും ഒക്കെ ചെയ്ത ദൈവസഭയാണ്. എൻ്റെ പപ്പായും മമ്മിയും ഇവിടെ ചില വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. 2008 മമ്മി താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. ആ സമയങ്ങളിൽ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വളരെയധികം കൈത്താങ്ങൽ നൽകിയ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഉപ്പാപ്പൻ പാസ്റ്റർ M.A. വർഗീസ്, ജസിമാമ ഈ സഭയിൽ ദീർഘവർഷങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പ്രിയ ജസിമാമയുടെ അന്ത്യ ദിവസങ്ങളിൽ ഞങ്ങൾക്കും പ്രിയ അമ്മാമയോടൊപ്പം ആ ഹോസ്പിറ്റലിൽ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. പ്രിയ പാസ്റ്റർ M.A. വർഗീസിനെയും കുടുംബത്തെയും ഓർത്ത് നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുക. ദൈവം അവരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ ആ പ്രിയ കുടുംബത്തിന് വേണ്ടിയും ഞാൻ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരി പ്രിസ്ക കഴിഞ്ഞ ദിവസം താനും പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുകയുണ്ടായി. ഞങ്ങൾക്ക് പോയി സംബന്ധിക്കുവാനായിട്ട് കഴിഞ്ഞില്ല, യാത്രയിലായിരുന്നത് മൂലം സംബന്ധിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ കുടുംബത്തെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നറിയാം. തുടർന്നും ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അല്പസമയം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഇനിയും മുഖവരെയൊന്നും പറഞ്ഞ് ഞാൻ സമയമെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി 1 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോകുകൊണ്ടും അമ്മായപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ്പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖബോദ് എന്ന് പേരിട്ടു. ഇവിടെ ഫീൻഹാസിൻ്റെ ഭാര്യയാണ്. താൻ പ്രസവിച്ചു. പ്രസവിച്ചതിന് ശേഷം ഉടനെ തന്നെ അവൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. എന്നാൽ അവിടെ ആ ആൺകുഞ്ഞിന് ഈഖാബോദ് എന്ന് അവൾ പേരിടുകയാണ്. ഈഖാബോദ് എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ തന്നെയുണ്ട്. മഹത്വം പോയിപ്പോയി, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി. കബോദ് എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മഹത്വം. കബോദ്, ദൈവത്തിൻ്റെ മഹത്വം, ഗ്ലോറി ഓഫ് ഗാഡ്, ദ മെജസ്റ്റി ഓഫ് ഗാഡ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഈഖാബോദ് എന്ന വാക്കിൻ്റെ അർത്ഥം മഹത്വം പോയിപ്പോയി. ദ ഗ്ലോറി ഇസ് ഗാൺ, ഗ്ലോറി ഓഫ് ഗാഡ് ഇസ് ഗാൺ.
അതാണ് ഈഖാബോദ് എന്ന വാക്കിൻ്റെ അർത്ഥം. അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് നന്നായി അറിയാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ശമൂവേൽ ബാലനാണ്, ഏലിയാണ് പുരോഹിതൻ, അവന് 2 മക്കളുണ്ട്, ഹോഫ്നിയും ഫീനഹാസും. ആ സമയത്ത് ദൈവത്തിൽ നിന്ന് ദർശനങ്ങളൊന്നുമില്ല. ഏലി പുരോഹിതൻ്റെ കണ്ണ് മങ്ങിപ്പോയി, അവൻ്റെ പുറമേയുള്ള കണ്ണും അകമേയുള്ള കണ്ണുമൊക്കെ മങ്ങിപ്പോയി. അവൻ്റെ പുത്രന്മാരായ ഹോഫ്നിയും ഫീനഹാസും ദൈവ വഴിയിൽ നിന്നെല്ലാം അന്യപ്പെട്ട് അവനവൻ്റെ തോന്നിയതുപോലെ ദൈവത്തിൽ നിന്ന് വിപരീതമായി, ദൈവത്തിൽ നിന്ന് അകന്ന് അവർ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. ദൈവത്തിന് കൊടുക്കുന്ന യാഗങ്ങളിൽ നിന്ന് പോലും അവർ മോഷ്ടിക്കുവാനായിട്ട് തോന്നി. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കുവാനായിട്ട് തോന്നി. പാപങ്ങളിൽ അവർ ഹല്ലേലൂയ ആമോദിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എബനേസർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യർക്ക് നേരെ പാളയമിറങ്ങി യുദ്ധത്തിന് പുറപ്പെടുകയാണ്. 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കാം. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എബനേസറിനരികെ പാളയമിറങ്ങി. എബനേസറിനരികെ അവർ പാളയമിറങ്ങി. അടുത്ത് ഫെലിസ്ത്യർ അഫീക്കിലും പാളയമിറങ്ങി. ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ അണിനിരന്നു. പട പരന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. മതി. ഹല്ലേലൂയ. അവിടെ അടുത്ത് വായിക്കുന്നു 4000 പേർ, 4000 ഇസ്രായേൽ മക്കളിൽ 4000 പേർ ആ യുദ്ധത്തിൽ അവർ പട്ടുപോയി. അതുകൊണ്ട് തീരുകയല്ല. അടുത്തത് ഇസ്രായേൽ മക്കൾ അവരെല്ലാം കൂടെ കൂട്ടം കൂടി ആലോചിച്ചു. സേനാപതിമാരെല്ലാം കൂട്ടം കൂടി, പുരോഹിതന്മാരെ കൂട്ടം കൂട്ടി, അവരെല്ലാം കൂടെ ചിന്തിക്കുവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഫെലിസ്ത്യരുടെ മുമ്പാകെ നമുക്ക് തോറ്റോടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ 4000 പേർ പട്ടുപോയത്? എന്തുകൊണ്ട് തോറ്റു എന്ന് അവർ ചിന്തിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ചിലപ്പോൾ നമ്മുടെ യഹോവയുടെ പെട്ടകം, ദൈവത്തിൻ്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരാത്തത് കൊണ്ടായിരിക്കാം. ദൈവത്തിൻ്റെ പെട്ടകവുമായി നാം പാളയത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷേ വിജയം ലഭിച്ചേക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ദൈവത്തിൻ്റെ പെട്ടകവുമായി അടുത്തത് അവരിറങ്ങിച്ചെല്ലുകയാണ്. നിയമപ്പെട്ടകവുമായി അവർ ഇറങ്ങിച്ചെന്നു. അവർ ചിന്തിച്ചു ഈ യുദ്ധത്തിൽ അവർക്ക് വിജയം ലഭിക്കുമെന്ന്. എന്നാൽ അടുത്തത് നാം കാണുന്നു അതിൻ്റെ 5-ാം വാക്യം. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫെലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നുവെന്ന് ഗ്രഹിച്ച് ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നുവെന്ന് ഫിലിസ്ത്യർ പറഞ്ഞു ഭയപ്പെട്ടു. 10-ാം വാക്യം. അങ്ങനെ ഫിലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേൽ 30,000 കാലാൽ വീണു പോകത്തക്കവണ്ണം ഒരു മഹാസംഹാരം ഉണ്ടായി. ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ഏലിയുടെ 2 പുത്രന്മാരായ ഹോഫ്നിയും ഫീനഹാസും പട്ടുപോയി. നമുക്ക് ചരിത്രമെല്ലാം നന്നായി അറിയാം. ഇവിടെ ഹല്ലേലൂയ ഈ ഇസ്രായേൽ മക്കൾ ചിന്തിച്ചു, ഹോഫ്നി ഫീനഹാസും ചിന്തിച്ചു, അവരുടെ സേനാധിപതിമാർ ചിന്തിച്ചു, ദൈവത്തിൻ്റെ പെട്ടകവുമായി, നിയമപ്പെട്ടകവുമായി അവർ പാളയത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് വിജയമുണ്ടാകുമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം അന്ന് പണ്ടേ തന്നെ അവരുടെ മധ്യയിൽ നിന്ന്, അവരുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ തേജസ്സിന് ഒരിക്കലും പാപത്തിൻ്റെ ഇടയിൽ വസിക്കുവാനായിട്ട് കഴിയത്തില്ല. ഹോഫ്നിയും ഫീനഹാസും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ തന്നെ ദൈവത്തിന്റെ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന ദൈവ തേജസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ അവിടെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുമ്പോൾ അതും ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. പ്രിയമുള്ള ദൈവവൈതലേ, നമ്മൾ പാപത്തിൽ രസിക്കുമ്പോൾ, നാം പാപത്തിൽ വസിക്കുമ്പോൾ, നാം പാപപങ്കുലമായ ഈ ലോകത്തിൽ അതിനോട് ഇണചേർന്ന് നാമം ജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന്റെ തേജസ് നാം ഓരോരുത്തരും വഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ തേജസ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് ഹല്ലേലൂയ അവർക്കുണ്ടായ വലിയ പരാജയം ഇതാണ്. അവർ ചിന്തിച്ചു ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യേ ഉണ്ട്. ദൈവത്തിന്റെ നിയമപ്പെട്ടകം കൊണ്ടുപോകുമ്പോൾ ദൈവവും അവരുടെ കൂടെ വരുമെന്നുള്ള തെറ്റായ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കാണുന്നത് 30,000 പേർ, ഹല്ലേലൂയ, 30,000 പേർ അന്ന് പട്ടുപോവുകയാണ്. ആദ്യത്തെ യുദ്ധത്തിൽ 4,000, രണ്ടാമത്തെ യുദ്ധത്തിൽ 30,000 പേർ പട്ടുപോയിരിക്കുകയാണ്. എന്ത് വലിയൊരു പരാജയമാണ് പ്രിയമുള്ളവരെ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നത്. ഹല്ലേലൂയ, 2 തോൽവി. ഹല്ലേലൂയ, ദൈവത്തിന്റെ പെട്ടകവും നഷ്ടപ്പെട്ടു. പുരോഹിതന്മാരായ ഹോഫ്നിയും ഫീനഹാസും അവരും യുദ്ധത്തിൽ പട്ടുപോയി. അടുത്തത് നാം കാണുന്നത് ഈ വാർത്തയുമായി ഒരുവൻ ഹല്ലേലൂയ ഇസ്രായേലിലേക്ക് ചെല്ലുകയാണ്. ഏലി പുരോഹിതൻ സൂലിച്ചവനാണ്, അവൻ വാർദ്ധക്യമുള്ളവനാണ്, കണ്ണുമങ്ങിയവനാണ്, അവൻ പുറകോട്ട് വീണ് അവൻ മരിച്ചുപോയി. ഫീനഹാസിന്റെ ഭാര്യ വാർത്ത കേട്ടപ്പോൾ അവൾ ഹല്ലേലൂയ വിളിച്ചു പറയുന്ന വാക്യമാണ് നാം നേരത്തെ വായിച്ചു കേട്ടത്. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടതുകൊണ്ടും അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ അവൾ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. ഹല്ലേലൂയ, ഈഖാബോദ്, മഹത്വം പോയി. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇന്നുണ്ടോ? ഹല്ലേലൂയ. നാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവത്തെ പിൻപറ്റിയ ആ സമയത്തുണ്ടായിരുന്ന ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഇന്ന് ആദ്യമേ ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാം, നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവത്തിന്റെ മഹത്വം വഹിക്കേണ്ട നമ്മൾ ഹല്ലേലൂയ നമ്മുടെ
കുടുംബങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരേണ്ടതാണ്. നമ്മുടെ സഭകളിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരേണ്ടതാണ്. ദൈവത്തിന്റെ മഹത്വം അധിവസിക്കേണ്ട സ്ഥലത്ത് ഇന്ന് നാം എങ്ങനെയായിരിക്കുന്നുവെന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. അടുത്ത നമുക്കറിയാം, അടുത്ത അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഫെലിസ്ത്യ ദേശമായ ഗത്തിലും അഷ്കലോനിലും പല പല സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ പെട്ടകം അവർ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവസാനം ഹല്ലേലൂയ ശമൂവേൽ വിളിച്ചു പറയുകയാണ്, നമുക്ക് ഈ പെട്ടകത്തെ ഹല്ലേലൂയ. അതിനുശേഷം ഫെലിസ്ത്യരിൽ നിന്ന് ഫെലിസ്ത്യ ദേശത്ത് നിന്ന് ഇസ്രായേലിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അവർ തന്നെ തിരിച്ച് പറഞ്ഞു വിട്ടു. അബീനാദാബിന്റെ ഭവനത്തിൽ 20 വർഷത്തോളമായിരുന്നു എന്ന് നാം അടുത്ത വാക്യങ്ങളിൽ കാണുന്നു. അപ്പോൾ ഹല്ലേലൂയ ശമൂവേൽ ഹല്ലേലൂയ വിളിച്ചു പറയുകയാണ്. അതിൻ്റെ 4-ാം അധ്യായം കഴിഞ്ഞ് 5-6 അധ്യായങ്ങളിലൊക്കെ അവിടെ നാം വായിക്കുന്നത് അവർ ഈ പെട്ടകം മടങ്ങി വരുന്നതിനെ പറ്റിയാണ്. 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 3-ാം വാക്യം, അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അവൻ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് പറഞ്ഞു. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. എന്നാൽ മഹത്വം എങ്ങനെയാണ് മടങ്ങി വരുന്നതെന്നാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദേശത്ത് നിന്ന് ദൈവത്തിൻ്റെ മഹത്വം പോയി കാണും. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം പോയി കാണും. എന്നാൽ എങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചു വരുന്നു എന്നാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്. അവരൊന്നാമത് ചെയ്തത്, അവരെല്ലാവരും ഒന്നിച്ചുകൂടി. 3-ാം വാക്യം, എല്ലാ ഇസ്രായേൽ ഗൃഹത്തോട് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ. ഇന്ന് പകൽക്കാലം നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിയുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ബാലിന്റെയും അസ്തോര പ്രതിഷ്ഠകളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് യഹോവയെ മാത്രം ഞാൻ സേവിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ഇസ്രായേൽ മക്കൾ മുൻപോട്ട് കടന്നു വന്നു. അവരൊരു ഉപവാസം പ്രഖ്യാപിച്ചു. ഉപവാസത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മെ തന്നെ നാം താഴ്ത്തുകയാണ്. നമ്മുടെ ജഡത്തെ ഹല്ലേലൂയ, നമ്മുടെ സ്വയത്തെ എല്ലാം നാം താഴ്ത്തി കഴിയുമ്പോൾ ദൈവം നമ്മിൽ മഹത്വപ്പെടുവാനിടയായിത്തീരും. അടുത്തത് അവർ ചെയ്തത്, ഒരു യാഗം കഴിച്ചു. അതിൻ്റെ 9-ാം വാക്യം, അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ഹല്ലേലൂയ. യഥാർത്ഥ ആരാധനയിലേക്ക് അവർ മടങ്ങി വരികയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവത്തിലെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെയാണ് യഹോവയെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. മറ്റുള്ള പല കാര്യങ്ങളെയും ആരാധിക്കുവാനായിട്ടുള്ള ഹല്ലേലൂയ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. പല വ്യക്തികളെയും ആരാധിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്. എന്നാൽ മറ്റിനൊന്നിനും നാം പ്രയോറിറ്റി കൊടുക്കാതെ യഹോവയിൽ മാത്രം പ്രശംസിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവർ ഹല്ലേലൂയ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞു. ഈ ദിവസങ്ങളിൽ അനുതാപത്തോടെ ഹല്ലേലൂയ ഹൃദയ നുറുക്കത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. അങ്ങനെ സംഭവിച്ചപ്പോൾ 12-ാം വാക്യം, പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞതിന് എബനേസർ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കണ്ടത്, ഇതേ എബനേസറിൽ വെച്ചാണ് അവർക്ക് പരാജയം സംഭവിച്ചത്. ഇതേ എബനേസറിൽ വെച്ചാണ് അവർ ഫെലിസ്ത്യർക്ക് നേരെ യുദ്ധം ചെയ്യുകയും അവർ പട്ടുപോയത്. 4000 പേരും 30,000 പേരും പട്ടുപോയ അതേ എബനേസറിൽ വെച്ച് ഇപ്പോൾ ശമൂവേൽ വലിയൊരു കല്ല് നാട്ടിക്കൊണ്ട് പറയുകയാണ്, എബനേസർ എത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. പ്രിയമുള്ള ദൈവവൈതലേ, പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ നമുക്കും പുറകോട്ട് നോക്കി പറയുവാനായിട്ടുള്ളത്, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. അവൻ എബനേസറാണ്. അവൻ ഇന്നയോളം നമ്മെ പരിപാലിച്ചു. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സഭയെ, നമ്മെ ഓരോരുത്തരെയും പരിപാലിച്ച ദൈവം. ഹല്ലേലൂയ. അവന്റെ വിശ്വസ്തതയോർത്തിന്ന് പോൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പോയ മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയി. എന്നാൽ ഫെലിസ്ത്യ ദേശത്ത് നിന്ന് ഇപ്പോൾ മടങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ യഥാർത്ഥ ആരാധനയിലേക്ക് ഇസ്രായേൽ മക്കൾ മടങ്ങി വന്നപ്പോൾ, അവർ തന്നെ അനുദപിച്ചപ്പോൾ, ഹല്ലേലൂയ, അവർ ഒരുമിച്ച് കൂടി വന്നപ്പോൾ, അങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത്, എല്ലാ ഇസ്രായേലും മിസ്പയിൽ ഒന്നിച്ചുകൂടി.
ഹല്ലേലൂയ. നമ്മുടെ ഐക്യതയാണ് പ്രിയമുള്ളവരെ അത് കാണിക്കുന്നത്. നമ്മൾ ഐക്യതയോടെ ഒരു മനസ്സോടെ ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും നെടുവീർപ്പും കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ദേശത്ത് മടങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ബാലിന്റെയും അശേരയുടെയും ഒക്കെ ആരാധന നമ്മുടെ ദേശത്തുണ്ടായിരിക്കാം, അന്യാരാധന നിറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ ഈ ദേശത്തും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ ദൈവസഭ നമ്മ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക, ഐക്യതയോടെ കടന്നു വരിക, യഥാർത്ഥമായ ആരാധന കഴിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ മഹത്വം, അവന്റെ കബോധ്, അവന്റെ ഗ്ലോറി, അവന്റെ മഹത്വം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഈ ദേശമെല്ലാം ദൈവത്തിന്റെ മഹത്വം കാണട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം മടങ്ങി വന്നു. ഹല്ലേലൂയ. എന്നാൽ അവിടെ കൊണ്ട് തീരുകയല്ല, ഇവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു എന്ന് നാം കാണുമ്പോൾ തന്നെ യഥാർത്ഥമായി അതിൻ്റെ പൂർണ്ണത നാം ഇവിടെ കാണുന്നത് പിന്നത്തേതിൽ. ഹല്ലേലൂയ. ശമൂവേലിന്റെ കാലം കഴിഞ്ഞു, ദാവീദ് ഹല്ലേലൂയ അവിടെ നിന്ന് അമീനാദാബിന്റെ ഭവനത്തിൽ 20 വർഷമായിരുന്നു എന്ന് നമുക്കറിയാം. അതിനുശേഷം യഹോവയുടെ പെട്ടം ഓബേദേദോമിന്റെ ഭവനത്തിലെത്തി, അവിടെ ചില ദിവസങ്ങളിലിരുന്നു. പിന്നെ ദാവീദിന്റെ ഹല്ലേലൂയ നഗരത്തിലേക്ക്, സിയോണിലേക്ക് ഈ യഹോവയുടെ പെട്ടകം കൊണ്ടുപോയി. അവിടെ ഒരു ടെന്റൊക്കെ അടിച്ച് ദാവീദ് ഈ യഹോവയുടെ പെട്ടകം അവിടെ വെച്ചു. ദാവീദിന് ആഗ്രഹമുണ്ടായിരുന്നു ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുവാൻ. ആ ആലയത്തിൽ ഈ യഹോവയുടെ നിയമപ്പെട്ടകം വെക്കുക എന്നൊക്കെ ഉള്ളത് അവൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതകാലത്ത് ദൈവം അവനെ അനുവദിച്ചില്ല. അവൻ്റെ കയ്യിൽ കറ പുരളുകൊണ്ട് ദൈവം അവനെ അനുവദിച്ചില്ല. പ്രത്യുത അവൻ്റെ മകനായ ശലോമോന്റെ കാലത്ത് മനോഹരമായ ഒരു ആലയം ശലോമോന് പണിയുവാനായിട്ട് ഇടയായി തീർന്നു. അതിനെപ്പറ്റി നാം വായിക്കുന്ന 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യം ആദ്യം വായിക്കാം. പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം അതിന്റെ സ്ഥലത്ത്, ആലയത്തിലെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറയും കീഴെ കൊണ്ടുവച്ചു. കെരൂബുകൾ പെട്ടകത്തിന്റെ സ്ഥലത്തിനു മീതെ ചിറകു വിരിച്ച് പെട്ടകത്തെയും അതിന്റെ തണ്ടുകളെ മൂടി നിന്നു. തണ്ടുകൾ നീണ്ടിരിക്കിയാൽ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന്റെ മുമ്പിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കാണും, എങ്കിലും പുറത്തുനിന്ന് കാണുകയില്ല. അവ ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശെ ഹോരേബിൽ അതിൽ വെച്ചിരുന്ന 2 കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടി നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ഇവിടെ നാം ശ്രദ്ധിച്ചേ, മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യുവാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. യഹോവയുടെ തേജസ്, ഹല്ലേലൂയ. സീനായിൽ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ നാം കാണുന്ന അതേ ദൈവത്തിന്റെ തേജസ്, മോശയ്ക്ക് പ്രത്യക്ഷമായ ദൈവത്തിന്റെ തേജസ്, ആ പുക കൊണ്ട് നിറഞ്ഞിരുന്ന ആ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ഗോഡ്, ആ ഗ്ലോറി ഓഫ് ഗോഡ്, ആ കബോധ് തന്നെ ഇപ്പോൾ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവച്ചപ്പോൾ, പുരോഹിതന്മാർ ചുമന്ന് അവിടെ കൊണ്ടുവച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് ശലോമോൻ പണിത ആ ദേവാലയത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. എപ്പോഴാണ് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നത്? ദൈവത്തിന്റെ ഹല്ലേലൂയ നിയമപ്പെട്ടകം, ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ ഇരിക്കണമോ അവിടെ കൊണ്ട് ആ സാന്നിധ്യം വെക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് അവിടെ വെളിപ്പെടുവാനിടയായി തീരും. ഇന്ന് നാം ഓരോരുത്തരും, നിങ്ങളും ഞാനുമാണ് ദൈവത്തിന്റെ തേജസ് ക്യാരി ചെയ്യുന്നവർ. നാം ഓരോരുത്തരുമാണ് ഈ ദൈവത്തിന്റെ തേജസ് വഹിക്കേണ്ടവർ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളിൽ ഹല്ലേലൂയ അതിന്റെ സ്ഥാനത്ത് ദൈവത്തെ നാം വെച്ചു കഴിയുമ്പോൾ, യേശുവിനെ നമ്മുടെ ഹൃദയങ്ങൾ സ്വീകരിച്ച് അവനെ നമ്മുടെ കർത്താവായി, അവനെ നമ്മുടെ രാജാവായി, നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ കിരീടങ്ങളെല്ലാം താഴെ വെച്ചുകൊണ്ട് അവനെ നാം സ്ഥാപിച്ചു കഴിയുമ്പോൾ അപ്പോൾ ദൈവത്തിന്റെ തേജസ് നമ്മളിലൂടെ ലോകത്തിന് വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. You, hallelujah, we are, hallelujah, the carriers of the glory of God. You and I carry his glory. നാം ഓരോരുത്തരുമാണ് അവൻ്റെ ആ കബോധ്, അവൻ്റെ തേജസ് വഹിച്ച് ഈ ലോകത്തിന് ദൈവത്തെ, യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടവർ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ അവനെ ഹല്ലേലൂയ നമ്മുടെ രാജാവാക്കി, അവനെ നമ്മുടെ കർത്താവാക്കി, അവനെ ഇരുത്തേണ്ട സ്ഥാനത്ത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത്, അന്തർമന്ദിരത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പെട്ടകം കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അത് തന്നെയാണ് 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം കാണുന്നത്. അവിടെയും ഇതുപോലെ തന്നെ നാം കാണുന്നു. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. തീയിറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ
കൽക്കളത്തിൽ ശാസ്താംഗം വീണു, യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ചൊല്ലി സ്തുതിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്ന് രാജാക്കന്മാരിൽ നാം കണ്ടത് പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകം അതിരിക്കേണ്ട സ്ഥലമായ അതിവിശുദ്ധ സ്ഥലത്ത് അന്തർമന്ദിരത്തിൽ മോസ്റ്റ് ഹോളി പ്ലേസിൽ ഇന്നർ ചേംബറിൽ കൊണ്ടുവച്ചു കഴിഞ്ഞപ്പോൾ യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങി. ഇവിടെ 2 ഹല്ലേലൂയ ദിനവൃത്താന്തം 5 വായിക്കുന്നത് ഇവിടെയും ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയപ്പോഴാണ്. യഹോവയ്ക്ക് ശലോമോൻ യാഗം കഴിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തെ അവർ ആരാധിച്ചപ്പോൾ, ദൈവത്തെ അവർ മഹത്വപ്പെടുത്തിയപ്പോൾ, ഇന്ന് പൽക്കാലവും ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ആലയത്തിലും ഹല്ലേലൂയ നാം എവിടെ ആരാധിച്ചാലും അവിടെയും ദൈവത്തിന്റെ തേജസ് ഇന്നും ഇറങ്ങി വരും. ഹല്ലേലൂയ, അവനെ യഥാർത്ഥമായി പൂർണ്ണ ഹൃദയത്തോടെ നാം ആരാധിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ തേജസ് ഇന്നും വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നാം കാണുന്നത് ആ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പുരോഹിതന്മാർക്ക് കഴിയാൻ പറ്റാതെ വണ്ണം ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ തേജസ് ഹല്ലേലൂയ എന്നേക്കും അത് നഷ്ടപ്പെട്ടു പോകുകയില്ല. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇന്ന് ദൈവത്തിന്റെ തേജസ് ഇല്ലായിരിക്കാം. ഹല്ലേലൂയ, നാം ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ് വഹിക്കേണ്ടവർ ചിലപ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നിമിത്തം, പലപ്പോഴും അന്യാരാധനയിലേക്ക് നാം പോയത് നിമിത്തം, പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നത് നിമിത്തം, പലപ്പോഴും ഈ ദൈവത്തിന്റെ തേജസ് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്ന അന്ധതമസ്സിലായിരിക്കുന്ന ഒരു അനുഭവമായിരിക്കാം ഇന്നായിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ള ദൈവമേ, നാം ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ, ദൈവത്തെ അവൻ ഇരിക്കേണ്ട സ്ഥാനത്ത് നാം ആക്കി വെച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ ദൈവത്തെ പൂർണ്ണമായി നാം ആരാധിക്കുമ്പോൾ, അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് വീണ്ടും വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ, hallelujah. The glory of God departed, but then we see the glory of God is returning. Hallelujah. ദൈവത്തിന്റെ തേജസ് ഹല്ലേലൂയ പുറപ്പെട്ടു പോയെങ്കിലും ഇപ്പോൾ ദൈവത്തിന്റെ തേജസ് മടങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് അന്ന് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പണിത ആ ഹല്ലേലൂയ ആലയത്തിലായിരുന്നു ദൈവത്തിന്റെ തേജസ്. ആ കെരൂബുകളിൻ മീതെയായിരുന്നു ദൈവത്തിന്റെ ശെഖേന ഗ്ലോറി. ഹല്ലേലൂയ, അതേ തേജസ്സാണ് മരുഭൂ പ്രയാണത്തിൽ ഇസ്രായേൽ മക്കളെ മേഘസ്തംഭമായും അഗ്നിസ്തംഭവുമായി അതേ തേജസ്സാണ് വഴി നടത്തിയത്. അതേ ദൈവത്തിന്റെ സാന്നിധ്യമാണ് പഴയ നിയമകാലത്തുടനീളം നാം കാണുന്നത്. ശലോമോന്റെ ആ ആലയം നാം വീണ്ടും കാണുന്നുണ്ട് യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നാം കാണുമ്പോൾ യെസെക്കിയേൽ പ്രവാചകൻ അന്ന് പ്രവാസത്തിലായിരിക്കുകയാണ്. യെരുശലേമിനെ ഹല്ലേലൂയ ചുട്ട് ചാമ്പലാക്കുവാനായിട്ട് പോവുകയാണ്. നെബൂഖദ്നേസർ കടന്നു വന്ന് 3 ഹല്ലേലൂയ വ്യത്യസ്ത ഹല്ലേലൂയ ആക്രമണത്തിലൂടെ യെരുശലേമിനെ തകർത്തു കളഞ്ഞു, അവിടുത്തെ ആലയത്തെ തകർത്തു കളഞ്ഞു. ചരിത്രമൊക്കെ നമുക്ക് നന്നായി അറിയാം. ആദ്യത്തെ പ്രവാസത്തിലാണ് ഹല്ലേലൂയ ഈ യെഹെസ്കേലിനെ കൊണ്ടുപോകുന്നത്. യെഹെസ്കേൽ പ്രവാസത്തിലായിരുന്നു കൊണ്ട് ഈ യെരുശലേമിനെ പറ്റി, അവിടുത്തെ ആലയത്തെ പറ്റി ഒരു ദർശനം കാണുകയാണ്. എസെക്കിയേലിന്റെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാ മൂപ്പന്മാർ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവൻ്റെ അരം മുതൽ കീഴോട്ട് തീ പോലെയും അരം മുതൽ മേലോട്ട് ശുക്ല സ്വർണത്തിൻ്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈപോലെ ഒന്ന് നീട്ടി എൻ്റെ തലമുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യ ഉയർത്തി ദിവ്യദർശനങ്ങളിൽ യെരൂശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിക്കൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിൻ്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അടുത്തതും കൂടെ. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാബിംബത്തെ കണ്ടു. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നത് യെരുശലേമിൽ നടക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ദേവാലയത്തിൽ നടക്കുന്ന സംഭവങ്ങളെയൊക്കെ ദൈവം തൻ്റെ പ്രവാചകനായ യെഹെസ്കേലിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ആലയത്തിലേക്ക് കൊണ്ടു ചെല്ലുകയാണ്. ദർശനത്തിൽ പ്രവാചകൻ കാണുകയാണ് അവിടെ ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. ആദ്യം അവൻ കാണുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ തീക്ഷ്ണത ജലിപ്പിക്കുന്ന തീക്ഷ്ണത ബിംബോ, ദ ഇമേജ് ഓഫ് ജലസി, ദൈവത്തിൻ്റെ തീക്ഷ്ണത ഹല്ലേലൂയ ജ്വലിപ്പിക്കുന്ന അവൻ തൻ്റെ തേജസ്, അവൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാത്ത ദൈവമാണ്. അങ്ങനെയെങ്കിൽ
എങ്കിൽ അപ്പോൾ തന്നെ ദൈവത്തിന്റെ തേജസ് ഒരു വശത്തിരിക്കുമ്പോൾ അപ്പുറത്ത് തന്നെ തീക്ഷ്ണത ജ്വലിപ്പിക്കുന്ന ഹല്ലേലൂയ അന്യാരാധനയുടെ ശക്തിയും അവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അന്നുള്ള ഇസ്രായേൽ ജനം നമുക്കറിയാം, അവർ അന്യ ദൈവങ്ങളെ ആരാധിച്ചു. ഹല്ലേലൂയ. അതിന്റെ ശിക്ഷയാം വണ്ണമാണ് ദൈവം ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ ഏറിയ ആണ്ടുകൾ ബാബിലോണിൽ പ്രവാസത്തിലേക്ക് അയച്ചത്. അങ്ങനെ പ്രവാസത്തിൽ ഇരുന്നു കൊണ്ട് പ്രവാചകനായ യെഹെസ്കേൽ കാണുകയാണ്, ആലയത്തിൽ ഹല്ലേലൂയ അന്യാരാധന ഉയരുകയാണ്. ഹല്ലേലൂയ. സൂര്യദേവനെ അവർ ആരാധിക്കുന്നു, തമ്മൂസിനെ അവർ ആരാധിക്കുന്നു, പലവിധമായ ദൈവങ്ങളെ അവർ ആരാധിക്കുന്നു. ഹല്ലേലൂയ. എന്നാലും ആദ്യം അവൻ കാണുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ ദൈവത്തിന്റെ തേജസ് അപ്പോൾ ഉണ്ട്. എന്നാൽ അടുത്തത് നാം നോക്കുമ്പോൾ 9-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കിരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. മതി. ഇനി അതിന്റെ 10-ാം അധ്യായം 4-ാം വാക്യം, എന്നാൽ യഹോവയുടെ മഹത്വം കിരൂബിന്മേൽ നിന്ന് പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു, പ്രാകാരവും യഹോവയുടെ മഹത്വത്തിന്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇനിയും 10-ാം അധ്യായം 18-ഉം 19-ഉം വാക്യം, പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകളിൽ മീതെ വന്നു നിന്നു. അപ്പോൾ കെരൂബുകൾ ചിറക് വിടർത്തി ഞാൻ കാണുകയും ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിക്കൽ ചെന്ന് നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്കു മീതെ നിന്നു. മതി. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ തേജസ്, അവൻ്റെ മഹത്വം ആലയത്തിൻ്റെ അകത്ത് നിന്ന് ഓരോരോ സ്റ്റെപ്പായിട്ട് പുറത്തോട്ട് പോകുന്ന ഒരു ദുഃഖകരമായ കാഴ്ചയാണ് ഈ വാക്യങ്ങളിലെല്ലാം കാണുന്നത്. ഹല്ലേലൂയ. അതെല്ലാ വാക്യങ്ങളും വായിക്കുവാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ. അവിടെ ദൈവത്തിൻ്റെ തേജസ് അവിടെ പോസ് ചെയ്യുകയാണ്, ഒന്ന് നിൽക്കുകയാണ്. ഒന്നാമത് നാം കണ്ടു ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. 9-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പെരൂബിൽ നിന്ന് പുറപ്പെട്ട് ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്കൽ വന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. 10-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ആലയത്തിനകത്ത് തന്നെയുണ്ട്. എന്നാൽ 10-ാം അധ്യായം 18-ഉം 19-ഉം വാക്യത്തിലേക്കായപ്പോൾ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടിയും വിട്ട് പുറപ്പെട്ട് കെരൂബുകളും മീതെ വന്നു നിന്നു. കെരൂബുകൾ ചിറക് വിടർത്തി ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി, ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേര തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിൽക്ക് ചെന്ന് നിന്നു. ഇനി അവസാനമായി 11-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവസാനമായിട്ട് ഈ ദൈവത്തിന്റെ തേജസ് നാം കാണുന്നു. അനന്തരം കെരൂബുകൾ ചിറക് വിടർത്തു, ചക്രങ്ങളും ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്കു മീതെ ഉണ്ടായിരുന്നു. യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്കുവശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ട ഈസ്റ്റ് ഗേറ്റ് അല്ലെങ്കിൽ കിഴക്കേ വാതിൽക്കൽ നിന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം ഇപ്പോൾ ഹല്ലേലൂയ കിഴക്കുള്ള പർവ്വതത്തിൽ, അതായത് ഒലിവ് മലകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ് അവസാനമായി ഈ ഭാഗത്ത് നാം കാണുകയാണ്. ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ്? അന്യാരാധന ഉയർന്നതുകൊണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ദൈവജനം മാറി നിന്നതുകൊണ്ട്. ഹല്ലേലൂയ. 1 ശമൂവേലിൽ നാം വായിച്ചതുപോലെ തന്നെ പാപത്തിൽ അവർ രസിച്ചതുകൊണ്ട്, അന്യദൈവന്മാരെ ആരാധിച്ചത് മൂലം ദൈവത്തിന്റെ തേജസ് അവരുടെ മധ്യേ നിന്ന് മാറിപ്പോവുകയാണ്. ദൈവത്തിന് ഒരിക്കലും, അവന്റെ തേജസ്സിന് ഒരിക്കലും, ഹല്ലേലൂയ അവന്റെ സാന്നിധ്യത്തിന് ഒരിക്കലും പാപത്തിന്റെ മധ്യേ വസിക്കുവാനായിട്ട് കഴിയത്തില്ല. പ്രിയമുള്ള ദൈവം, ഇതിലെ ഇവിടെ നാം കാണുന്നു 11-ാം അധ്യായത്തിൽ അവസാനം ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ കടന്നു വന്ന് വീണ്ടും അവർക്കൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്. 11-ന്റെ 19-ഉം 20-ഉം വാക്യം കൂടെ, അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. മതി. ഹല്ലേലൂയ. ദൈവം അവർക്ക് വാഗ്ദത്തം നൽകുകയാണ്. ഹല്ലേലൂയ. അവരുടെ കല്ലായ ഹൃദയങ്ങളെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ അവർക്ക് മാംസളമായ ഒരു ഹൃദയം ഞാൻ നൽകി കൊടുക്കും. ഞാൻ തന്നെ അവരുടെ ഇടയിൽ വന്ന് വസിക്കും. അവരുടെ ഹൃദയങ്ങളിൽ എൻ്റെ ആത്മാവ് തന്നെ കടന്നു വസിക്കുമെന്നുള്ള ദൈവത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ ആത്മാവിനെ പറ്റിയുള്ള ആ പ്രവചനവും ദൈവം അവിടെ നൽകി കൊടുക്കുകയാണ്. ഞാൻ അവരുടെ മധ്യേ വന്ന് വസിക്കും. ഹല്ലേലൂയ. You and I are the temple of the living God. ഞാനും നീയുമാണ് എന്ന് നാം അറിയുന്നില്ലയോ എന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്. നമ്മിലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. ആ പ്രവചനവും കൂടെ ഇവിടെ ദൈവം നൽകി കൊടുക്കുകയാണ്. മാംസമായ ഹൃദയം, ഹല്ലേലൂയ, കല്ലായ ഹൃദയങ്ങളെ മാറ്റി മാംസമായ ഹൃദയങ്ങളെ നൽകി തരുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ ലേഖനം 1-ന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവന്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും. യേശുവിനെ പറ്റി ആണ് നാം വായിക്കുന്നത്. യേശു തന്നെയാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവത്തിൻ്റെ തേജസ് യേശു ക്രിസ്തു.
ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1:14 നാം വായിക്കുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ്. യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഹല്ലേലൂയ. 3.5 വർഷക്കാലം ഹല്ലേലൂയ ആ തേജസ് നിറഞ്ഞ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ഈ ഭൂമിയുടെ വരപ്പിൽ ഹല്ലേലൂയ 3.5 വർഷക്കാലം ഹല്ലേലൂയ പാലസ്തീൻ്റെ പ്രദേശത്ത് ഏതാണ്ട് 70 മൈല് ഉള്ള ആ വിസ്തൃതിയിൽ യേശു കർത്താവ് നടന്ന് സത്യസുവിശേഷം പ്രസ്താവിച്ചു. അവസാനം ഹല്ലേലൂയ അവൻ യാഗമായി തീർന്നു. ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ്സായവൻ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. വചനം അവൻ ജഡമായി തീർന്നു. ദൈവത്തിന്റെ തേജസ്സായവനെ ഹല്ലേലൂയ ഈ യഹൂദ ജനത്തിനും ഈ ലോകമക്കൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. എന്നാൽ നാം കാണുന്നു അവസാനം യേശു ഹല്ലേലൂയ ദൈവത്തിൻ്റെ തേജസ്സായവൻ അതേ ഒലിവ് മലയിൽ നിന്നാണ് സ്വർഗാരോഹണം ചെയ്യുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. എവിടെ നിന്ന്? ഹല്ലേലൂയ പഴയ നിയമത്തിൽ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ തേജസ് അവസാനമായി ഹല്ലേലൂയ കയറിപ്പോയോ, എവിടെ നിന്ന് അവസാനമായി അപ്രത്യക്ഷമായോ അവിടെ തന്നെയാണ് ഹല്ലേലൂയ യേശുവിനെയും അവസാനമായി ഈ ഭൂമിയിൽ കാണുവാനായിട്ടിടയായി തീർന്നത്. അതേ കിഴക്കുള്ള അതേ ഹല്ലേലൂയ ആ പർവ്വതത്തിൽ അതേ മലനിരകളിൽ നിന്ന് അതേ ഒലിവ് മലയിൽ നിന്ന് യേശു സ്വർഗാരോഹണം ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ കഥ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ യെഹെസ്കേലിന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, യഹോവയുടെ തേജസ് മടങ്ങി വരികയാണ്. ഇപ്പോൾ യെഹെസ്കേൽ പ്രവാചകന് ദൈവം മറ്റൊരു ഹല്ലേലൂയ ദർശനം നൽകി കൊടുക്കുകയാണ്. നേരത്തെ കണ്ട ദർശനമല്ല ഇത്. 43-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം അവന് മറ്റൊരു ദർശനം നൽകിയാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു, അതിൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഹല്ലേലൂയ നഷ്ടപ്പെട്ടുവോ അതേ കിഴക്കുള്ള അതേ ഒലിവ് മലയിലേക്ക് യഹോവയുടെ തേജസ്, അത് യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. യേശു അവൻ വീണ്ടും വരുവാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ തേജസ്സായ ഹല്ലേലൂയ മഹത്വത്തിൻ്റെ പ്രത്യാശയായ യേശു അവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വസിക്കുന്നുവെങ്കിൽ അവൻ ഹല്ലേലൂയ ദേഹരൂപേണ അവൻ വീണ്ടും കടന്നു വരുവാൻ പോകുകയാണ്. He is going to return on the Mount of Olives, the mountain on the east. അതേ കിഴക്കുള്ള അതേ പർവ്വതത്തിൽ യേശു വീണ്ടും വരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതേ യഹോവയുടെ മഹത്വം വീണ്ടും കിഴക്കുള്ള വാതിലിലൂടെ വീണ്ടും യെരൂശലേമിലേക്ക് പ്രവേശിച്ചു. യെരൂശലേമിൽ പ്രവേശിക്കുക മാത്രമല്ല, യഹോവയുടെ ആലയത്തിൽ പ്രാകാരത്തിലേക്ക് ചെന്നു. അവിടെയും യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരുന്നുവെന്ന് പ്രവാചകൻ പറയുകയാണ്. നഷ്ടപ്പെട്ട തേജസ്സിനെ മടക്കി തരുന്ന ദൈവം. പ്രിയമുള്ള ദൈവം, ഇതിലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇന്ന് വൽക്കാലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മുടെ സഭയിൽ നിന്ന് നമ്മുടെ ദേശത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്കും കരഞ്ഞു പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയുടെ തേജസ്സിനെ അങ്ങ് മടക്കി തരണമേ. ഹല്ലേലൂയ. എന്നാൽ നാം അറിയുന്നു അവൻ പൂർണ്ണ തേജസ്സോടുകൂടി അവൻ വെളിപ്പെടുവാനായിട്ട് പോകുന്നു. അതാണ് നമ്മുടെ ഓരോരുത്തരെയും ഭാഗ്യകരമായ പ്രത്യാശ. അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. അവൻ കിഴക്കുള്ള മലയിൽ അവൻ തന്റെ കാല് ചവിട്ടുവാൻ പോകുകയാണ്. ഒലിവ് മലയിൽ അവൻ കാൽ ചവിട്ടുമ്പോൾ ഹല്ലേലൂയ ഒലിവ് മല ഇടത്തോട്ടും വലത്തോട്ടുമായി രണ്ടായി വിഭജിക്കപ്പെടുവാൻ പോകുകയാണ്. അവൻ അവിടെ നിന്ന് ഹല്ലേലൂയ നാം ഓരോരുത്തരും അവനോട് കൂടെ യെരൂശലേമിലേക്ക് ഹല്ലേലൂയ ആ കിഴക്കേ വാതിലിലൂടെ തന്നെ, ഇന്ന് അടഞ്ഞു കിടക്കുന്ന അതേ വാതിലിലൂടെ തന്നെ നാമും പ്രവേശിക്കുവാൻ പോകുകയാണ്. അതിനെ നോക്കിയാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്. 24-ാം സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി, പണ്ടേ ഉള്ള കഥകളെ മഹത്വത്തിന്റെ രാജാവ് ഹല്ലേലൂയ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് അവൻ ബലവും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ അവനാണ് മഹത്വത്തിന്റെ രാജാവ്. യേശു കർത്താവ് വരുന്നു. ഹല്ലേലൂയ. അവൻ എത്രയും വേഗം വരും. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ഹല്ലേലൂയ. അവന്റെ മഹത്വം വീണ്ടും നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവിക പ്രത്യാശയാൽ ഉള്ളങ്ങളെന്ന് വൽക്കാലം നിറയട്ടെ. സഖരിയ പ്രവാചകൻ
ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെപ്പറ്റി. 14 അധ്യായം 4 വാക്യം, അന്നാളിൽ അവൻ്റെ കാല് യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയ ഒരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം പ്രകാരം നാം കാണുന്ന 21-ന്റെ 23 വാക്യം, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാട്, ഹല്ലേലൂയ, അതിൻ്റെ വിളക്കാകുന്നു. ദൈവത്തിൻ്റെ തേജസ് അവിടെ നിറഞ്ഞിരിക്കും. പ്രിയമുള്ള ദൈവ പൈതലേ, ഹല്ലേലൂയ, ഇന്ന് ചിലപ്പോൾ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നാം കേട്ടതുപോലെ ഹല്ലേലൂയ, ശമൂവേലിന്റെ സമയത്ത് അവൻ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ ഉപവസിക്കുവീൻ, പ്രാർത്ഥിക്കുവീൻ, അന്യദൈവങ്ങളെ വിട്ടകന്ന് ദൈവത്തെ തന്നെ ആരാധിക്കുവീൻ. യഥാർത്ഥമായ ആരാധനയിലേക്ക് അവർ മടങ്ങി വന്നപ്പോൾ ദൈവത്തെ, ഹല്ലേലൂയ, ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് ശലോമോൻ രാജാവും പുരോഹിതന്മാരും ചേർന്ന് കൊണ്ടുവച്ചപ്പോൾ, ഹല്ലേലൂയ, അവന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ തേജസ് കൊണ്ട് അവിടെ നിറയുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടുവെങ്കിലും അതേ തേജസ് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം അവന്റെ തേജസ് മടങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 2026 നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ദേശത്ത് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ തേജസ് ഈ ദേശം അറിയട്ടെ. ദൈവം ആരെന്ന് ഈ ദേശം അറിയട്ടെ. പൈശാചിക ശക്തികൾ തകർന്നു മാറട്ടെ. ബാലിന്റെയും അശേരയുടെയും ശക്തികൾ തകർന്നു മാറി ദൈവത്തിന്റെ തേജസ് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ തേജസ് നാം ഓരോരുത്തരും കാണുവാൻ പോവുകയാണ് ഇന്ന്. ഹല്ലേലൂയ. We are seeing dimly with our eyes, but then we shall see him face to face. ഇന്ന് ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങളുണ്ട്. അവന്റെ തേജസ് പൂർണ്ണമായി നമുക്ക് വെളിപ്പെടുവാൻ കഴിയാതിരിക്കുമ്പോൾ, അവനെ പൂർണ്ണമായി നമുക്ക് കാണുവാൻ, ദർശിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഒരു ദിവസം വരികയാണ്. ഹല്ലേലൂയ, തേജസ്സിന്റെ ശരീരത്തോടുകൂടി അവന്റെ തേജസ് നാം ദർശിക്കുവാൻ പോവുകയാണ്. എത്ര നല്ല സുദിനമാണ് പ്രിയമുള്ള ദൈവമേ. ആ ഭാഗ്യകരമായ പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, ഇന്ന് ദുഃഖങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, വേദനകളും രോഗങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ആ ഭാഗ്യകരമായ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നുണ്ട്. ആ പ്രത്യാശ ഹല്ലേലൂയ, അത് മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കായിരിക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന പ്രിയ കർത്തൃദാസന്മാരോടും